ആമേൻ. സ്തോത്രം. താങ്ക് യു ദേവദാസനെ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മോട് സംസാരിക്കാൻ ഹൃദയമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വിതയ്ക്കുന്ന വിത്തുകള് നല്ല നിലത്ത് വീണ് കർത്താവ് പ്രയോജനം തരുവാൻ തക്കോണം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സ്തോത്രം. ഒരു വേദഭാഗം വായിക്കുന്നു. സ്തോത്രം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 1:6 വാക്യം. പ്രൈസ് ഗാഡ്. ആമേൻ. ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 1:6 വാക്യം. ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തത് മതി. ആമേൻ. മതി. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത്, വി ഹാവ് ഗോൺ ത്രൂ സം സിറ്റുവേഷൻ. ചില സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോവുകയായിരുന്നു. ചില നാളുകളായിട്ട് ആ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയായിരുന്നു. എന്നാലേ അത് പലതരത്തിലായിരിക്കും. ചിലർക്ക് ചില വിഷയത്തിന് മറുപടി കാണാത്ത ഒരു വിഷയമായിരിക്കും. ചിലപ്പോൾ ആരോഗ്യപരമായി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകളായിരിക്കും. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ചില പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മളെ മറുപടി കാണാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു അനുഭവമായിരിക്കും. എന്നാൽ നമ്മൾ പർവ്വതത്തിൽ വെയിറ്റ് ചെയ്യുന്ന ഹൊറേബ് പർവ്വതത്തിൽ വന്ന് ജനം സ്തോത്രം അവിടെ വരുമ്പോൾ മോശ ഹൊറേബിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവരോട് പറയുകയാണ്, സ്തോത്രം, ഈ പർവ്വതത്തിൽ പാർത്തത് മതി. സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? 8 വാക്യം. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ നാളുകളിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചില വാഗ്ദത്തങ്ങളിലേക്ക് പിന്നെയും എത്തിക്കുകയാണ്. ഈ പർവ്വതത്തിൽ പാർത്തത് മതി, ഈ അനുഭവത്തിൽ നടന്നത് മതി. ദർ ഇസ് എ ടൈം. ഹല്ലേലൂയ. കർത്താവിന് എല്ലാത്തിനും ഒരു നല്ല ടൈം ഉണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട്. നമ്മുടെ സമയമല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം പല നാളുകളായി പ്രാർത്ഥിച്ചു, എന്നാൽ ആ തക്ക സമയത്ത് ദൈവം ഒരു മറുപടി തരാൻ പോവുകയാണ്. ദൈവം പറയുകയാണ്, ഈ 2026 കർത്താവ് ചില വിഷയത്തിനൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കർത്താവ് മറുപടി തരാൻ പോവാണ്. ഹല്ലേലൂയ. വിശ്വാസ കണ്ണാൽ, ഹല്ലേലൂയ, കാണാത്ത കാര്യങ്ങൾ വിശ്വാസം കണ്ണാൽ നാം അത് ഏറ്റെടുക്കുമെങ്കിൽ, നാം ഡിക്ലെയർ ചെയ്യുമെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ, ഈ വർഷങ്ങളിൽ തന്നെ, ഈ വർഷം തന്നെ കർത്താവ് ചിലതൊക്കെ ചെയ്യും. ചില മറകളെ നീക്കി, ഹല്ലേലൂയ, ചില വഴികളെ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ പർവ്വതത്തിൽ സ്തോത്രം പാർത്തത് മതി. ഇറ്റ്സ് എ ടൈം ഓഫ് അഡ്വാൻസിങ്. അടുത്ത ലെവലിലേക്കുള്ള അഡ്വാൻസിങ്, അടുത്ത ലെവലിലേക്കുള്ള മുമ്പോട്ടുള്ള ഒരു വിശാലതയിലേക്ക്. ഇനി ഒരു ഏറിയ ഒരു വിശാലത എന്ന് പറയുമ്പോൾ യബ്ബേസ് പ്രാർത്ഥിച്ചു. കർത്താവ് യബ്ബേസിനെ പറ്റി പറയുമ്പം അവൻ ദൈവസനെ മാന്യനായി തീർന്നു. അവൻ സഹോദരങ്ങളെക്കാട്ടിലും അവൻ മാന്യനായി തീർന്നു. കാരണം അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്, യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഒരു മാന്യതയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഒരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവര് കാരണം കുതിര രഥങ്ങൾ ആശ്രയിച്ചവരെല്ലാം വീണു പോയപ്പോൾ തന്റെ ജനം നിന്നത്, ഹല്ലേലൂയ, നമ്മുടെ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ അല്ല. സ്തോത്രം. ദൈവം നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവജനം ധൈര്യം ഏറ്റെടുക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, സ്തോത്രം, ഹല്ലേലൂയ, പല വിഷയങ്ങൾ നമ്മെ ഞെരുക്കുന്ന വിഷയങ്ങൾ കടന്നു വരും. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് ചിലർ കടന്നു വരിക. അത് കുറ്റം പറഞ്ഞ്, ആ സ്ത്രീയെ പറ്റി കുറ്റം പറഞ്ഞ് അവരുടെ കയ്യിൽ ചില കല്ലുകളുമുണ്ട്. കാരണം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ഉള്ള പാപക്കുറ്റത്തിൽ അവളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ആവശ്യമില്ലാതെ ചില കല്ലേറോ ചില അനുഭവങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കാതെ സ്തോത്രം ഒക്കെ കടന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ആ കല്ലേറിങ്ങനെ അവൾക്കെതിരായിട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം, യേശു പറയുന്നു, അവരോട് പറയുന്നു, നിങ്ങൾ പാപമില്ലാത്തവൾ ഇവനെ കല്ലെറി, നിങ്ങൾ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പലപ്പോഴും മനുഷ്യര്
പുറമേ നോക്കി ജഡ്ജ് ചെയ്യുന്നവരല്ലേ. നമ്മൾ പുറമേ, മനുഷ്യൻ പുറമേ നോക്കുന്നു, ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാ. പുറമേ നോക്കി പലരും പലതും ജഡ്ജ് ചെയ്യും, പലതും പലതരത്തിൽ നമ്മളെ പറ്റിയും അല്ലെ വേറെ നമ്മൾ പല അനുഭവങ്ങളിൽ കൂടി ചിലപ്പോൾ ഒന്നും അറിയാത്ത വിഷയങ്ങളായിരിക്കും. എന്നാൽ ആവശ്യമില്ലാതെ പിശാചിന്റെ അഗ്നി അസ്ത്രം പോലെ ചിലപ്പോൾ നമുക്ക് പ്രയാസമായ വിഷയങ്ങളൊക്കെ നമുക്കെതിരായിട്ട് കടന്നു വന്നിരിക്കും. എന്നാൽ ദൈവജനം ഓർത്തോണം, ഹല്ലേലൂയ, അവരുടെ കല്ലുകളെ അവർ തന്നെ താഴെയിടുവാൻ ദൈവത്തിന്റെ യേശു എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? അവനൊന്നും പറഞ്ഞില്ല. അവൻ സൈലന്റ് ആയിരുന്നു. ചിലപ്പോൾ സൈലന്റ് ആയുള്ള അനുഭവങ്ങളിലും ദൈവജനം ക്ഷമിച്ചു പോകരുതേ. ഹല്ലേലൂയ. അവർ കൊണ്ടുവന്ന കല്ലുകൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ താഴെ വീണു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അവളെ കല്ലെറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും സ്തോത്രം, പല പ്രശ്നങ്ങളിൽ കൂടി പല കല്ലേറുകളെ പലരും നമ്മെ പല രീതിയിൽ കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ മുഖം നമ്മുടെ പുറമേ ഉള്ളത് നോക്കി മനുഷ്യൻ നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവസനെ നിലവിളിക്കുന്ന ദൈവവേദലെ ആരും കാണാതെ റൂമിൽ കഥ കടച്ച് ആരും അറിയാതെ ആരോടും പറയുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷിക്കാത്ത പലതും കടന്നു വരുമ്പോൾ ദൈവത്തിൽ മാത്രം കണ്ണുകൾ ഉയർത്തിയ ദൈവ പൈതലിന് വേണ്ടി അവൻ തക്ക സമയത്ത് ഹല്ലേലൂയ ഒരു അഡ്വാൻസ്, ഒരു വിശാലതയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു വിശാലത. സ്തോത്രം. യബ്ബേസ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. വേദന എന്റെ യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വചനം കേൾക്കുന്നവർ നമ്മൾ ഏറ്റെടുത്ത ഇന്ന് എന്നോടുള്ള വചനമാണിത്. എന്റെ ദൈവം ഈ അവസ്ഥയിൽ നിൽക്കുവാനല്ല കർത്താവ് എന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇൻ എവറി ഏരിയ ഐ എം ഗോയിങ് ടു അഡ്വാൻസ്. ഒരു വിശാലതയിലേക്ക് ദൈവം നമ്മെ നടത്തും. അവന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു നാളും അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവ വാഗ്ദത്തങ്ങൾ തന്റെ മക്കൾക്കുള്ള അവകാശമാണ്. ഹല്ലേലൂയ. ഏത് വിഷയത്തിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നു, ഏത് വിഷയത്തിൽ മേ ബി ഹെൽത്ത്, ആരോഗ്യ വിഷയമായാലും, ഏത് ഫൈനാൻഷ്യൽ വിഷയമായാലും, ഏത് ചില അടഞ്ഞിരിക്കുന്ന വിഷയങ്ങളായിരിക്കും തുറക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയാത്ത വിഷയങ്ങളാണ്, മനുഷ്യന് അസാധ്യമാണ്. എന്റെ ദൈവത്താൽ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആ വിഷയത്തിലൊക്കെ ദൈവം തന്നെ ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. I sought the Lord. ഞാൻ വിളിച്ചപേക്ഷിച്ചു. I sought the Lord and he answered me and he heard me. That's why I trust him. അതുകൊണ്ടാണ് ദൈവമക്കളായെന്ന് നമ്മൾ പിന്നെയും അവനിൽ ആശ്രയിക്കുന്നതിന്റെ കാരണം നമുക്ക് ചില അനുഭവങ്ങളുണ്ട്. എന്നെ വിടുവിച്ച ദൈവം, എന്നെ സഹായിച്ച ദൈവം, നമ്മെ ഓരോരുത്തരെയും സഹായിപ്പാൻ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഒരു പാട്ടിങ്ങനെ ഹൃദയത്തിൽ വരുന്നത്, വൈഷമ്യാമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകേനൻ കാലുകൾ തീർന്നൻ പാതയിൽ മാനിനെ പോലോടിയിടും. ഓ തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേ നീക്കില്ലെന്നോ ഞാൻ ഏകയായി തീർന്നു. ആരുമേ നീക്കില്ലെന്നോ ഞാൻ ഏകയായി തീർന്നു എന്നോ മാനസത്തിലാതി കൊണ്ടു ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ആമേൻ, സ്തോത്രം. എന്റെ ദൈവം സ്വർഗസിംഹാസനം എന്നെ കനിഞ്ഞ് ഹല്ലേലൂയ ഓർക്കുന്ന ദേവദാസൻ പാടിയപോലെ അവൻ മാത്രം യോഗ്യൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം. വി ആർ ഇൻ എ വാർഫെയർ. അപ്പം ഈ ദേവദാസൻ പറയും യോഗ്യനായ ദൈവം. ഹല്ലേലൂയ, അവൻ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ. എത്ര അസാധ്യമായ വിഷയമായാലും, എത്ര ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി തക്ക
തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കും. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഈ പർവ്വതത്തിൽ പാർത്തത് മതി. There is a time God is going to talk to you. God is going to send you a message saying, ഈ അവസ്ഥ മതി. ഹല്ലേലൂയ, അടുത്ത പ്രോമിസിലേക്ക് എത്തുവാനുള്ള സമയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ യാക്കോബിനും അവന്റെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവീൻ. ഈ വർഷം ചില കൈവശമാക്കുന്ന അനുഭവങ്ങളെ ദൈവജനത്തിലേക്ക് കടന്നു വരും. ആമേൻ, സ്തോത്രം. ദൈവം അതിനുവേണ്ടി വഴികളെ തുറക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി, ഹല്ലേലൂയ, ദൈവജനം കാണാൻ പോവുകയാണ്. ആമേൻ. എന്നാൽ ആ മറുപടി കിട്ടുന്നവരെ അല്ല നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ വി കണ്ടിന്യൂ ടു വർഷിപ്പ്. ആമേൻ. ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, മടുപ്പിക്കുന്ന വാക്കുകളൊക്കെ കേട്ടെന്നിരിക്കും, സാരമില്ല. ആമേൻ. നമ്മൾ അവരോട് മറുപടി പറയുകയല്ല, നമ്മൾ ദൈവത്തോട് പറയും. ആമേൻ, ഇറ്റ്സ് ഓക്കെ. എന്താണ് ദൈവത്തിന്റെ മറിയ പറയുന്ന ഒരു അനുഭവം? മറിയ പറയുന്നത് എന്താ? കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കണം. എന്തുകൊണ്ടാ? അന്നത്തെ കാലത്തെ ഒരു ഹസ്ബൻഡ് ഇല്ലാതെ ഒരു കുഞ്ഞുണ്ടാകാന്ന് അവളോട് വന്ന് പറയുക, കന്യക ഗർഭം ധരിച്ചു കുഞ്ഞിനെ ഉണ്ടാക്കും അല്ലേ? അപ്പോ നമ്മൾ നോക്കിയാല് അന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ ഒരു ഹസ്ബൻഡ് ഇല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞ് എന്തോ ഒരു വലിയ വിഷയം. അവരെ കൊല്ലണമെന്ന താമാറിന്റെ വിഷയം വരുമ്പോൾ അവളെ പിടിച്ചുകൊണ്ട് അവളെ കൊണ്ടുവന്ന് അവളെ കൊല്ലണമെന്ന് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇരിക്കുമ്പോഴും ആ സമയത്ത് ഈ ദേവദാസി മറിയ പറയുക, എത്ര അപമാനമായ ഒരു വിഷയമായിരിക്കും. എന്നാൽ ആ ഏത് വിഷയമായിട്ടും ആ ദേവദാസി പറയുന്നു, കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവളെ വിട്ടുപോയി. ആമേൻ, സ്തോത്രം. ദോഷമായി ഒന്നും ചെയ്യാത്ത ദൈവം. ഹല്ലേലൂയ. ദോഷമായി ഒന്നും നമുക്ക് വേണ്ടി ചെയ്യയില്ല. കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാ. ആമേൻ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ. കൂടി വ്യാപരിക്കുന്നു. ആമേൻ, സ്തോത്രം. നമ്മൾ ഉടനെ നന്മയെന്ന് ചിലപ്പം തോന്നിയില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് ഇത്ര പെട്ടെന്ന് മറുപടി കിട്ടാത്ത? അല്ലെ, കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. സാരമില്ല, കർത്താവേ, നിന്റെ ഇഷ്ടം എനിക്ക് മതി. ചില അനുഭവങ്ങളെയൊക്കെ ചിലതിനെയൊക്കെ ദൈവം അടയ്ക്കും. ചില സമയങ്ങളിലേക്ക് അടച്ചു വെച്ചിരിക്കും. എന്തിനെ? ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ചില നന്മകളെ ചില നന്മകളല്ല, ചില ദുഷ്ടന്റെ വഴികൾ ദൈവം അടയ്ക്കും. ചില നന്മകൾ ദൈവ പൈതലിന് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അതിനെല്ലാം ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകരുത്. കർത്താവ് നമ്മെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ സംഗ്രഹിച്ചതും മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ അവൻ ചെയ്തതുമായ അവന്റെ നന്മ എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ പ്രൈസ് ഗാഡ് 14-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. പുറപ്പാട്, എക്സോഡസ് 3:14. അതിന് ദൈവം മോശയോടെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഈ പുതിയ വർഷത്തില് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ഇത് ഒരു നോർമൽ, ഒരു ഓർഡിനറി പേഴ്സൺ അല്ല പറഞ്ഞത്. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഹി ഈസ് ഐ ആം ഹു ഐ ആം. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പേര് നമുക്കറിയാം, അനേക നാമങ്ങൾ ഉണ്ടല്ലേ. നമ്മൾ യാവേ, യഹോവ നിസി, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, യഹോവ റാഫ, നമ്മെ സൗഖ്യദായകൻ. ഹല്ലേലൂയ. ആമേൻ. യഹോവ എന്തോ വേറെ പറയാം, യഹോവ എലോഹീം, യഹോവ ഷമ്മ, സമാധാനം അല്ലേ, ശലോം. അതെ, സമാധാനം തരുന്ന ദൈവം. പലപ്പോഴും നമുക്ക് സമാധാനമില്ലാതെ നമ്മളെ ഇടർക്കുന്ന, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനാണ് ശത്രുവിന്റെ പ്ലാന്. ചില വിഷയങ്ങളൊക്കെ ഇട്ട് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. കാര്യമില്ലാത്ത വിഷയമായിരിക്കും, പക്ഷേ നമ്മുടെ സമാധാനം എടുത്തു കളയുവാൻ ശത്രു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുവാണ്, ഐ എം വിത്ത് യു, ഐ എം യഹോവ ശമ്മ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ ശലോം, ഞാൻ നിന്റെ സമാധാനം. ഹല്ലേലൂയ. നമുക്ക് സമാധാനം ആശ്വസിക്കുവാനും കർത്താവിന്റെ സന്നിധിയില. അപ്പൊ മോശയോട് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഏത് അവസ്ഥയിലും, രോഗത്തിന്റെ അവസ്ഥയിൽ,
ഹല്ലേലൂയ. ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എത്ര രോഗത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളിൽ കൂടി തകർന്നു പോകാവുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നമുക്ക് വിടുതൽ തന്നില്ലേ? ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ സ്തോത്രം. മറിയ നോക്കുമ്പോൾ വലിയ ഭാരമുള്ള കല്ല മുമ്പിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഭാരമുള്ള കല്ല, എങ്ങനെ ഇത് മാറിപ്പോകും? നമ്മളെ കൊണ്ട് നീക്കാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ കല്ലുകളുടെ വാതിക്കൽ ഇവര് സഹോദരിമാര് രാവിലെ അവര് അതിരാവിലെ എഴുന്നേറ്റ് കടന്നു വരികയാണ്. സ്തോത്രം. യേശുവിനെ കല്ലറയ്ക്കലേക്ക് ഓടി വരുന്ന സഹോദരിമാര്, ചില വിഷയങ്ങളുമായി ഓടി വരുന്ന ദൈവദാസിമാര്. ഹല്ലേലൂയ. സ്തോത്രം. പലതും നമുക്കൊന്നും സമയം ഉണ്ടായിട്ടല്ല, എന്നാൽ കർത്താവിന്റെ സന്നിധി വരുന്നത് വലിയ ആശ്വാസമാണ്. സ്തോത്രം. വലിയ വിടുതലാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അല്പസമയം ദിവസം ചെലവഴിക്കുന്നത്. ആ കൊതിയോടെ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഇന്നും നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്ന ദൈവം, ആ തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നിത്യജീവന്റെ ആ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മൾ പകർന്നു തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരായിട്ടുള്ള എത്ര ഭാരമേറിയ കല്ലുകളായാലും ഏതു വിഷയങ്ങളായാലും അതിനെ മാറ്റി ഒരു വിശാലതയിലേക്ക് എൻ്റെ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോരുത്. വിശ്വാസത്തിൽ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ തന്നെ നമുക്ക് നടക്കുവാൻ ഇടയാക്കണം. ഹല്ലേലൂയ. യോബ് പറയുന്നു, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. ഹി ഈസ് അവർ പ്രൊവൈഡർ. അതുപോലെ യഹോവ യഹോവ റാഫ, യഹോവ സൗഖ്യദായകൻ, യഹോവ ജൈറെ, യഹോവ എന്താ പറയുന്നത്, യഹോവ ഈരെ, അല്ലേ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22 വാക്യം ഒന്ന് വായിക്കുമ്പോൾ, നമ്മള് 22 വാക്യത്തിന്റെ 22 അധ്യായത്തിലെ 12 വാക്യം ഒന്ന് വായിക്കുമ്പോൾ 22. സ്തോത്രം. ബാലന്റെ മേൽ അല്ല, വേഴ്സ് 2. ഒന്നും ചെയ്യരുത്. അതെ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. യഹോവ തലപൊക്കി നോക്കിയപ്പോൾ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് വേണ്ടി ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ 2026 ദൈവം ഓൾറെഡി നമുക്ക് വേണ്ടിയുള്ള കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നതിന് മുമ്പേ, നാം അറിയുന്നതിന് മുമ്പേ അബ്രഹാം അനുസരിച്ച് യാഗത്തിനു വേണ്ടി മകനെ കൊണ്ട് കയറുന്നതിന് മുമ്പേ തന്നെ അവന് വേണ്ടി ഒരു കരുതൽ ഹല്ലേലൂയ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ 2026 ദൈവ പൈതങ്ങൾക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്നെ മക്കൾക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് നാം എത്താൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ഒരു വാക്ക് അബ്രഹാമിനോട് ഇസാക്ക് ചോദിക്കുമ്പോൾ, അപ്പ 8 വാക്യത്തിൽ പറയുന്നു, ദൈവം തനിക്ക് എന്നാൽ എനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. പക്ഷേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അബ്രഹാം യാഗത്തിന് വേണ്ടി കടന്നു പോകുമ്പോഴേ ഈ മകനെയും കൊണ്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ അബ്രഹാം പറയുകയാണ്, ഒരിടത്ത് പറയുന്നത്, ഞാനും മകനും പോയി യാഗം കഴിച്ചു മടങ്ങി വരും. പക്ഷെ മകനെ യാഗം കഴിക്കാൻ ദൈവം മകനെയും കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, നമ്മുടെ ഡിക്ലറേഷൻ എങ്ങനെ ഇരിക്കുന്നു പറയുന്നുണ്ട്. ഞാനും മകനും മടങ്ങി വരും. ദൈവത്തിന്റെ ആത്മാവിനോട് അബ്രഹാം ഭാര്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചില വചനങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്ന പോലെ നമ്മളെ ഉണർത്തുന്ന വചനങ്ങളുണ്ട്. ചില സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വാക്കായിരിക്കും നമ്മെ ധൈര്യപ്പെടുന്നത്. ഒരു വാക്ക്. ഞാനൊരു അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരവസ്ഥയുണ്ട്. ഞങ്ങളുടെ മകനെ ഒരു കോളേജിൽ വിടും. അന്ന് പണ്ട്
കുഞ്ഞുങ്ങളെ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ആദ്യമായിട്ട് മോനെയൊക്കെ നമ്മൾ കോളേജിലോട്ട് ദൂരെയൊക്കെ വിടുമ്പോൾ, ഞാൻ ഇന്ത്യയിൽ വിട്ട ഒരു മോനെ പഠിപ്പിച്ചത്, അവൻ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞാ. അപ്പോൾ അവനെ വിടുന്ന ഉടനെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരവും പ്രയാസവും. എന്നിട്ട് റിലേറ്റീവ്സും സിസ്റ്റേഴ്സും എല്ലാം വഴക്ക് പറയാൻ തുടങ്ങി. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നോ, നിങ്ങൾ ചെയ്യുന്ന ബുദ്ധിക്കേട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ. പക്ഷെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞിരിക്കുക, ദൈവം പറഞ്ഞ വാഗ്ദത്തം അവനോട് അവൻ അവിടെ പോയി പഠിക്കണമെന്ന്. പക്ഷേ ഒരിക്കലും അവൻ എങ്ങനെ നിൽക്കും, എങ്ങനെ സ്റ്റെപ്പുകൾ വെക്കും, ഇവിടെ ജനിച്ച ഒരു ഭാഷയില്ല, ഒന്നുമില്ല, എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. ദൈവം എന്നോട് അന്ന് ഇടപെട്ട ഒരു വാക്യമാണ്, ഞാനും മകനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരും. എന്നോട് പറയും, എന്നെ സിസ്റ്ററിനെ പേടിപ്പിച്ച് അവൻ തിരിച്ചു വരത്തില്ല, അവൻ അവിടെ തകർന്നു പോകും, നശിച്ചു പോകും എന്നെല്ലാം പറഞ്ഞ്. പക്ഷേ ആ ഈ വാക്യമാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. ചിലപ്പം ഈ ആത്മാവിൻ്റെ വചനമെന്ന് പറഞ്ഞ് നമ്മളെ അത് ഏതെല്ലാം ഡയറക്ഷനിൽ കൊണ്ടുപോകുന്നെന്ന് അറിയത്തില്ല. ആരാധന കഴിച്ച് മടങ്ങി വരും എന്ന് പറഞ്ഞ് നമ്മൾക്ക് ദൈവം പറയുന്നത് ചെയ്തേണ്ടത് ചെയ്ത് അവൻ മടങ്ങി വരും. അതെനിക്കൊരു വലിയ ധൈര്യമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ വചനങ്ങളും ആമേൻ, സ്തോത്രം, ആമേൻ. അവൻ നമ്മളെ തകർത്ത് കളയുകയല്ല, ബാലൻ പോയി സാക്രിഫൈസ് ചെയ്ത് തകർന്നു പോവുകയല്ല. അവന് കൂടെ ഒരു വാഗ്ദത്വം നമ്മുടെ സന്തതിയിൽ കൂടെ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്വം ദൈവം നിവർത്തിക്കും. വേറൊരു വാഗ്ദത്വം നമ്മൾ കാണുന്നത്, അവൻ ചാരത്തിൽ നിന്ന് മകനെ ഇസ്ഹാക്കിനെ, അല്ലേ സൂസനാൻറ്റി, ചാരത്തിൽ നിന്ന് മകനെ ഉയർപ്പിപ്പാൻ കഴിവുള്ളവന്, അല്ലേ? ലേഖനത്തിലുണ്ട്. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊക്കെ ജയം തന്നെ, ആമേൻ, തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ്. അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. യഹോവ ഈരെ നമ്മുടെ വിഷയങ്ങളിലെ നമ്മുടെക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായി കൊള്ളട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ദൈവം തക്ക സമയത്ത് അത് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയമായി കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ആമേൻ, നമ്മെ ഓണർ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരെ മാനിക്കുന്ന ദൈവം. ദൈവത്തെ മാനിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ? ദൈവത്തിനു വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരും അറിയാതെ ഒരു ഹന്നയെ പോലെ, ആമേൻ, പലർക്കും മനസ്സിലാകത്തില്ല. ആമേൻ, ചർച്ചിലായാലും ദേവദാസന്മാർക്ക് പോലും പലപ്പോഴും നമ്മുടെ ഭാരം മനസ്സിലാക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ മനോവത്സരമുള്ള ഒരു സ്ത്രീ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നാം ദൈവസന്നിധിയിൽ, ആമേൻ, ആരും അറിയാതെ നിലവിളിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, ആരും എൻ്റെ ഭാരം അറിയേണ്ട കർത്താവേ, ആമേൻ, ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ ലജ്ജ കൂടാതെ ആരാധിക്കുന്ന ദൈവപൈതലിന് വേണ്ടി, ഹല്ലേലൂയ, അവൻ തക്ക സമയത്തെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ആമേൻ, ദൈവ പ്രവൃത്തികളെ ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങളിലേക്ക്, വിശാലതയിലേക്ക് ദൈവം നടത്തും. യഹോവ ഈരെ, അതിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഈ കഥയെ അറിയാമോ എന്ന്. സാമുവൽ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബോസ്റ്റണിൽ ബൈബിൾ സെമിനാരി പഠിച്ച ഒരു ദൈവദാസൻ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, ബ്ലാക്ക് എന്ന് പറയും ഇവിടെ. ആ വർഗ്ഗക്കാരന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ആയപ്പോൾ ദൈവം പറഞ്ഞു, നീ സാൽവേഷൻ ആർമിയിലെ വില്യം ബൂത്തുമായിട്ടുള്ള കൂടെ പ്രവർത്തിക്കണം, അവിടെ പോയി ചേരണമെന്ന് പറഞ്ഞു. അപ്പം ഐ തിങ്ക് കുട്ടിയമ്മ സിസ്റ്ററിന് അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ പോയി പഠിക്കണം. അദ്ദേഹം അതുപോലെ അനുസരിച്ചു. വേണേ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മെത്തഡിസ്റ്റ് ചർച്ചകളിലൊക്കെ പോയി മിനിസ്റ്റർ ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ അതുപോലെ ആ ദേവദാസൻ അനുസരിച്ചു. അപ്പം പക്ഷെ വില്യം ബൂത്തിന്റെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, സ്തോത്രം, അദ്ദേഹത്തിന് ഇവനെ ഇഷ്ടപ്പെടാതെ അവനെ റിജക്റ്റ് ചെയ്തു. അവനെ അക്സെപ്റ്റ് ചെയ്തില്ല. അവനോട് പറഞ്ഞു, നീ ഇവിടെ ചേരാൻ പറ്റത്തില്ല, കാരണം വലിയ വ്യത്യാസം, കളറ് വ്യത്യാസം എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിന്നെ ഇവിടെ പറ്റത്തില്ല, ഇവിടെ സെറ്റ് ആകത്തില്ല, അതുകൊണ്ട് നീ വേണ്ട. പക്ഷേ അവനോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാനതുകൊണ്ട് വരുക, ഞാൻ ഇവിടെ നിൽക്കും. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക്, വില്യം ബൂത്തിന്റെ സാൽവേഷൻ ആർമിയുമായിട്ട് പ്രവർത്തിക്കാൻ അവിടെ ചെന്നപ്പോൾ റിജക്റ്റ് ചെയ്തു. യെസ്, അവനോട് പറഞ്ഞു, നീ റൂമിലെങ്ങാനും പോയിരുന്ന് ഒരു റൂമിരുന്ന് ഷൂ പോളിഷ് ചെയ്തു, അത് മാത്രമേ, കാരണം ആരും നിന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഒത്തിരി പേർക്ക് ആ കഥകൾ അറിയാം, പ്രൈസ് ഗാഡ്. പക്ഷേ
അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. വർഷങ്ങളെ അദ്ദേഹം കൊടുത്ത ജോലി ശാന്തമായിട്ട് അവിടെ ഇരുന്ന് വായിക്കുകയും വരുന്നു. ജോലി ചെയ്യുമ്പോൾ തന്നെ കർത്താവുമായുള്ള ബന്ധത്തിലായിരുന്നു. ആരും ഒരു മീറ്റിങ്ങിനോ ഒരു യോഗത്തിനോ പോകാനുള്ള അവസരമില്ല, കാരണം അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാണാൻ കളർ വ്യത്യാസമുള്ള മനുഷ്യൻ. അങ്ങനെയൊക്കെ ആ സമയത്തും വിശ്വസ്തനായി ദൈവം പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നു. സ്തോത്രം. ഒരു വലിയ മീറ്റിങ്ങിൽ നമ്മൾ കാണുന്നു അദ്ദേഹം ഈ വില്യം ബൂത്തിന്റെ സാൽവേഷൻ ആർമിയുടെ സെക്കൻഡ് ഇൻചാർജായിട്ട് എങ്ങനെ വന്നതെന്നാ. സ്തോത്രം. ഒരു വലിയ ഒരു കോൺഫറൻസ് ക്രൂസൈഡിന്റെ സമയത്ത് അന്ന് പ്രസംഗിക്കേണ്ട ആൾ വന്നിട്ടില്ല. അപ്പോൾ സ്തോത്രം, വില്യം ബൂത്ത് വളരെ ഭയപ്പെട്ടു പോയി. അയ്യോ, thousands ഓഫ് പീപ്പിൾ ആർ ജോയിനിങ് ഉണ്ട്, ഇന്ന് ജോയിൻ ചെയ്യും, എങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്ന ആൾ വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? വളരെ ആങ്ഷ്യസ് ആയി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ദൈവസേനയിൽ വില്യം ബൂത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ദൈവം ഒരു പേര് കൊടുത്തു, സാമുവൽ ബ്രിങ്കിൾ എന്ന് പേര് കൊടുത്തു. വില്യം ബൂത്ത് വളരെ ഭയപ്പെട്ടു പോയി. പുള്ളി എങ്ങനെ പ്രസംഗിക്കാനാ? പുള്ളി ആളിനെ കണ്ടിട്ടില്ല, ഒരു മീറ്റിങ്ങിന് പോയിട്ടില്ല, ഒരു സൂട്ടില്ല, ഒരു വൃത്തിയായ വേഷമില്ല, അങ്ങനെ പോയി. അപ്പൊ ഈ പേര് കൊടുത്തു. പക്ഷെ പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു സാമുവൽ ബ്രിങ്കിൾ എന്നുള്ള പേര് കൊടുത്തു. വില്യം ബൂത്ത് ഓടി അവന്റെ റൂമിലേക്ക്, അവന്റെ കൊച്ചു റൂമിലേക്ക് ഓടി ചെന്ന് കൊട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് പ്രസംഗിക്കേണ്ട ആള് വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് അദ്ദേഹം പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് നോ പ്രോബ്ലം, ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞല്ല, എന്നോട് പറഞ്ഞത് ഇന്ന് സാമുവൽ നീയാണിന്ന് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം ഒരു വളരെ നാളുകളായിട്ട് അദ്ദേഹം പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണല്ലോ. വേഷമൊന്നും വസ്ത്രമൊന്നുമില്ല, സൂട്ടൊന്നുമില്ല, എല്ലാം ഒരു മണിക്കൂറേ ഉള്ളൂ. പെട്ടെന്ന് അവനെ റെഡിയാക്കി ക്രൂസൈഡിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥകൾ നമ്മൾ വായിക്കുന്നത്. അവിടെ കൊണ്ടുവന്നു. thousands ഓഫ് ആൾക്കാർ ഇങ്ങനെ കർത്താവിന്റെ വചനം വലിയ ദേവദാസൻ നിന്ന് കേൾക്കാനിങ്ങനെ നോക്കിയിരിക്കുക. എന്നാൽ ഈ ദേവദാസൻ മുമ്പ് വന്ന് ആ സ്റ്റേജിലോട്ട് കയറി നമ്മൾ പിന്നെ കാണുന്നത് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയായിരുന്നു അല്ലേ. സ്തോത്രം. ജനം പാപബോധം ഉണ്ടായി കരയുവാനും വീഴുവാനും കണ്ണുനീരോടെ വിലപിക്കുവാനും സാന്ത്വനത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ട് വിധി എഴുതും. എന്നാൽ നമ്മുടെ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ അഡ്വാൻസ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്കൊരു വിശാലത തരുന്ന ദൈവമുണ്ട്. നമ്മെ കാണുന്ന ആരും അറിയാതെ ദൈവസന്നിധിയിൽ നൊമ്പരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഹല്ലേലൂയ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ കരം ഒരിക്കലും കുറയും പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവൻ എനിക്ക് ഉത്തരമള്ളി, എൻ്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി, അവനെന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നെയും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അങ്ങനെയല്ലേ ദേവദാസനെ സ്തോത്രം. ഒടുവിലെ ഐ തിങ്ക് ഹീസ് കോൾഡ് ദ അപ്പോസ്റ്റൽ ഫോർ ഹോളിനെസ് എന്ന അങ്ങനെ ഒരു ഹയർ ലെവലിലേക്ക് ദൈവം അവനെ ഉയർത്തി. സ്തോത്രം. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, കർത്താവ് നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ കർത്താവ് തന്റെ ഭക്തന്മാർക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഹൃദയം ക്ഷണിച്ചു. യഹോവ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഈ വർഷവും ദൈവം 2026 നന്മകളെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. യാതൊരു രോഗത്തിനോ ഒരു ക്ഷീണത്തിനോ ഒരു ജനറേഷനോ കേഴ്സ് എന്തോ പറയുന്നത് പാരമ്പര്യ ശക്തിക്കോ ഒന്നും നമ്മളെ ലിമിറ്റ് ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹി വിൽ അഡ്വാൻസ്. നമ്മളെ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാൻ ഈ വർഷം പിന്നെയും വിശ്വാസത്തിന്റെ അടുത്ത ലെവലിലേക്ക്. എങ്ങനെയാണ് വിശ്വാസം? കേൾവിയാല്. കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരും. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഫൈനാൻസില്, നമ്മുടെ ഹെൽത്തില്, നമ്മുടെ ആരോഗ്യത്തില്. ഹല്ലേലൂയ. സ്തോത്രം. ഇൻ എവറി ഏരിയ ദൈവം അഡ്വാൻസ് തരാൻ പോവുകയാണ്. ഗോഡ് ഈസ് ഗോയിങ് ടു നമ്മളെ വിശാലതയിലേക്ക് നടത്തുന്ന ഒരു ദൈവമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്തോ അഡ്വാൻസ് ചെയ്യേണ്ടേ? കർത്താവിന്റെ ആരാധനയില്. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് അല്ലേ. കർത്താവ് ഒന്നുമേ അവന്റെ രാജ്യവും നീതി അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും.
യെസ്, അവന്റെ ആരാധനയിൽ ആരാധനയിൽ നാം വർഷിപ്പ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുമ്പോൾ, അഡ്വാൻസ് ഇൻ വാർഫെയർ, ആത്മീയ യുദ്ധത്തിൽ അഡ്വാൻസ് ചെയ്യണം. നമ്മുടെ വർഷിപ്പിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യണം, നമ്മുടെ വാക്കിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. അപ്പോൾ ദൈവം സ്തോത്രം നമുക്ക് വേണ്ടി നമ്മുടെ അതുപോലെ ഡിക്ലെയർ ചെയ്യുക, അഡ്വാൻസ്. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ വാ കൊണ്ട് വിളിച്ചു പറയുക. ബിക്കോസ് മരണവും ജീവനും നമ്മുടെ നാവിന്മേലാണ്, അല്ലേ? അതുകൊണ്ട് ഹാലലുയ അധികാരത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. വി ആർ കർത്താവിന്റെ വിറ്റ്നസ്. കർത്താവിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ നല്ല സാക്ഷികളാണ്. സോ അഡ്വാൻസ് ഇൻ അവർ വാർഫെയർ, ആത്മീയ യുദ്ധത്തിൽ. കർത്താവ് തന്ന അഭിഷേകമുണ്ട്, കർത്താവ് തന്ന ശുശ്രൂഷയുണ്ട്. വാർ എന്ന് പറയുന്നത് എന്തുവാ? വർഷിപ്പ്, ആക്ടിവേറ്റ്, റിലീസ്. ചില കെട്ടുകളൊക്കെ അല്ലെ റിലീസ് ആകുന്ന, നമ്മൾ ആരാധിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ആയി കരുതി വെച്ചിരിക്കുന്ന ദൈവ പ്രവർത്തികൾ നമ്മൾ കാണും. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. യഹോവ ജൈറ, യഹോവ ശലോം. ദൈവം ഹി ബ്രിങ്സ് പീസ്. സമാധാനം തരുന്ന ദൈവം. സമാധാനമില്ലാത്ത ലോകത്തിൽ മനുഷ്യർ ആരും നമുക്ക് സമാധാനം തരത്തില്ല. പലപ്പോഴും മനുഷ്യർ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്ക് ആശ്രയിപ്പാൻ കർത്താവ് മാത്രം. ഹി ബ്രിങ്സ് പീസ്. ഹാലലുയ. സ്തോത്രം. Lord is your peace. അതെ, I think ജഡ്ജസ് 6:24 എന്ന് വായിക്കാം. ജഡ്ജസ് ജഡ്ജസ് ന്യായാധിപന്മാർ 6:24 വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രൈസ്. 6:24. സ്തോത്രം. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്നുവരെയും അബിയേസർക്കുള്ള ഒഫ്രയിലുണ്ട്. ഷലോം. അതെ, the Lord is peace. ദൈവം നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. സമാധാനം ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥകളായിരിക്കാം, പല രീതിയിൽ ആങ്സൈറ്റി ഇരിക്കുന്ന അവസ്ഥകളായിരിക്കാം, പല വിഷയത്തിന്മേൽ സ്തോത്രം. നാം ആങ്സൈറ്റി പെടുവാനല്ല. കർത്താവ് പറഞ്ഞ എന്തുവാ? നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളു, അവൻ നിന്നെ പുലർത്തും. ദൈവം പറഞ്ഞ എന്തുവാ? നാളെ കൊണ്ട് നീ വിചാരപ്പെടണ്ട, ദൈവം നിന്നെ പുലർത്തും, ദൈവം നിന്നെ നടത്തും. ഇത്രത്തോളം നടത്തിയ ദൈവമല്ലേ, അവൻ നമ്മെ നടത്തത്തില്ലേ? ചെറു കുരികളിലെ നോക്കുവിൻ, അവയെ പോലും ദൈവം കരുതുന്നുവെങ്കിൽ, വയലിലെ താമരയെ നോക്കുവിൻ, അവയെ പോലും ദൈവം കരുതുന്നുവെങ്കിൽ എത്ര അധികം ശ്രേഷ്ഠമായി നമ്മെ കരുതുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആങ്സൈറ്റി എല്ലാം മാറ്റാം. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ആ ഭാരം, ഫിയർ, എപ്പം ഭാരം വന്നാലും അവിടെ പറയുന്നത്, ദൂതൻ പറയുന്നത് സമാധാനം. യഹോവ അവനോട് നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. ഹല്ലേലൂയ. കെയോസും കൺഫ്യൂഷനുമുള്ള ലോകത്തിലാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മുടെ പീസാണ്, നമ്മുടെ സമാധാനം അവനായിരിക്കാൽ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന അനേക കടന്നു വരുമ്പോൾ ഗോഡ് വാണ്ട്സ് ടു ഗിവ് യു. ഹല്ലേലൂയ. ദൈവം പറയാണ്, ഞാനാണ് നിന്റെ സമാധാനം. ഐ ആം ജഹോവ ഷലോം. ഹല്ലേലൂയ. ഞാൻ നിന്റെ സമാധാനം. ഹല്ലേലൂയ. എൻജോയ് ദാറ്റ് പീസ്, ലിവ് ഇൻ ദാറ്റ് പീസ്. സ്തോത്രം. നമ്മുടെ ചെവികളെ ബിക്കോസ് വി നോ സേറ്റൻ ഈസ് എ ലയർ. സാത്താൻ ഒരു കള്ളന. അവൻ വന്ന് അധൈര്യത്തിന്റെ വാക്കുകളും നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകളുമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതൊന്നും നമ്മൾ കേൾക്കുവാനല്ല. പറയണ, കർത്താവേ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എനിക്കറിയാം എൻ്റെ ദൈവം എനിക്ക് ചെയ്യുന്നതെല്ലാം ഒന്നും ദോഷമായിട്ട് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ദോഷമായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യുകയില്ല. സ്തോത്രം. ഒരു പാട്ട് ശരിക്കും ആ പാട്ട് അറിയത്തില്ല, പക്ഷെ പറയുന്നുണ്ട്, ഒരു ചൂട് വെപ്പാൻ മാത്രം ഉള്ളപ്പോൾ ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. അറിയാമാർക്കേലും പാട്ടാ? സ്തോത്രം. ബീഹാറിലെ അമ്മാമിക്ക് അറിയാം. അല്ല, ബീഹാറിലെ അലിസ് മാമ അറിയാം അല്ലേ? ഓക്കെ. സൈമൺ സാറിന്റെ ഒരു പാട്ടാ. മാത്യു ബ്രദറിന് അറിയായിരിക്കും. ആയത് മതി എനിക്ക്. എനിക്ക് ആ പാട്ട് അറിയില്ല. എന്ത് മാത്യു സാറേ, മാത്യു പാസ്റ്റേ ബ്രദർ പറഞ്ഞേ? ആയത് മതി എനിക്ക്.
മാത്രം നീട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്കു, ബാക്കിയെല്ലാം ദൈവഹിതം. ആമേൻ. സ്തോത്രം. ഇതറിയാതെ മനസ്സിലായി. ഹല്ലേലൂയ. അതെ, സൈമൺ സാർ അന്ന് അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് മർത്തോമ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ എഴുതിയ പാട്ടാണ്, മുമ്പിൽ ഒരു ചൂട് വെപ്പാൻ മാത്രമായിരിക്കും ഇട, എന്നാൽ ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. അല്ല, നമുക്കൊരു ധൈര്യമില്ലേ കർത്താവിനെ നടത്തുവാൻ? എൻ്റെ ഭാവിയെ കരുതുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹി ഈസ് മൈ പോർഷൻ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മൾ ചെയ്യാം. ദൈവം നമ്മെ കരുതുന്ന ദൈവം. അവൻ അഡ്വാൻസ് ഈ പർവ്വതത്തിൽ താമസിച്ചത് മതി. അടുത്ത ലെവലിലേക്ക്, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാം വർഷങ്ങളായി വെയിറ്റ് ചെയ്തതാണെങ്കിലും അനുസരിച്ചപ്പോൾ അവന് വേണ്ടി ഒരു കരുതൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വിശ്വാസത്താലും ദീർഘക്ഷമയിലും നമ്മൾ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്നവരാ. ഹല്ലേലൂയ. യഹോവ ഈരേ, യഹോവ എന്റെ സമാധാനം. ഹല്ലേലൂയ. ഗോഡ് ഈസ് മൈ പീസ്, ഐ ആം ദാറ്റ് ഐ ആം. ഹല്ലേലൂയ. ഈ വർഷത്തിലും കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തങ്ങൾ ചെയ്ത് വിശ്വസ്തനായ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാകിയാൽ അവന്റെ കരങ്ങളിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.